നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. നാളെ 2024 മാർച്ച് മാസം 26 ചൊവ്വാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഈ വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക. വാർത്തകൾ അറിയിപ്പുകൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട്. എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക. ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, മിനിമം വേതനത്തെ 2025 ജീവിത വേതനമാക്കി, അതായത് ലിവിംഗ് വേജ് ആക്കി മാറ്റാനുള്ള തീരുമാനവുമായിട്ട് കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര തൊഴിൽ ഓർഗനൈസേഷൻ്റെ സാങ്കേതിക പിന്തുണയോടെയാണ് ഈ ഒരു മാറ്റത്തിന് സർക്കാർ തയ്യാറാകുന്നതെന്ന് ഇക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുകയാണ്. ശേഷി വർദ്ധിപ്പിക്കൽ, അതുപോലെ തന്നെ ഡാറ്റ ശേഖരണം, ജീവിത വേതനത്തിൻ്റെ ഗുണപരമായിട്ടുള്ള സാമ്പത്തിക മാറ്റങ്ങൾ എന്നിവയ്ക്കുള്ള പിന്തുണ തേടി ഉദ്യോഗസ്ഥർ അന്താരാഷ്ട്ര തൊഴിൽ ഓർഗനൈസേഷനെ സമീപിച്ചിട്ടുണ്ട്. ജീവിതത്തിലെ അടിസ്ഥാന ആവശ്യങ്ങളായിട്ടുള്ള പാർപ്പിടം, അതുപോലെ തന്നെ ഭക്ഷണം, ആരോഗ്യം, വിദ്യാഭ്യാസം, വസ്ത്രം തുടങ്ങിയവയ്ക്ക് ആവശ്യമായിട്ടുള്ള ചെലവുകളെയാണ് ജീവിത വേതനമെന്ന് പറയുന്നത്. ജീവിതവേതന സംവിധാനത്തിന് അന്താരാഷ്ട്ര തൊഴിൽ ഓർഗനൈസേഷന്റെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഈ വേതനം നിലവിലെ മിനിമം വേതനത്തേക്കാൾ കൂടുതലായിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഇക്കാലത്ത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും. എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനാകുന്നു എന്നത് ക്രെഡിറ്റ് കാർഡിനെ കൂടുതൽ സ്വീകാര്യമാക്കി. എന്നാൽ ക്രെഡിറ്റ് കാർഡ് ഉപയോക്താക്കൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം കൃത്യസമയത്ത് ബില്ലുകൾ അടയ്ക്കുക എന്നതാണ്. ക്രെഡിറ്റ് സ്കോറിനെ പ്രതികൂലമായിട്ട് ബാധിക്കാതിരിക്കാനും അതുപോലെ അധിക ചാർജുകൾ നൽകാതിരിക്കാനും ഡ്യൂ ഡേറ്റിൽ തന്നെ ബില്ലുകൾ അടയ്ക്കേണ്ടതുണ്ട്. ഒന്നിലധികം ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നവർക്ക് ഓൺ ടൈം പേയ്മെൻറ്റുകൾ പലപ്പോഴും പ്രതിസന്ധിയാകാറുണ്ട്. ഇപ്പോഴത്തെ ഇതിലൊരു പരിഷ്കരണമാണ് RBI നടത്തിയിരിക്കുന്നത്. ഉപയോക്താക്കൾക്ക് അവരുടെ ആവശ്യാനുസരണം ബില്ലിംഗ് സൈക്കിൾ ഒരിക്കലെങ്കിലും പരിഷ്കരിക്കുവാൻ സാധിക്കുമെന്ന് RBI പുറത്തുവിട്ട മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. ക്രെഡിറ്റ് കാർഡ് ഇടപാടുകൾ സൗകര്യപ്രദമാകും വിധത്തിൽ കൈകാര്യം ചെയ്യുന്നതിനാണ് RBI അടുത്തിടെ നിയന്ത്രണങ്ങളിൽ മാറ്റം വരുത്തിയത്. ഉപയോക്താക്കൾക്ക് അവരുടെ ക്രെഡിറ്റ് കാർഡുകളുടെ ബില്ലിംഗ് സൈക്കിളും അതുപോലെ തീയതിയും നിശ്ചയിക്കാനാകും. ഇത് സംബന്ധിച്ച് ക്രെഡിറ്റ് കാർഡ് കമ്പനികൾക്ക് RBI നിർദ്ദേശം കൈമാറിയിട്ടുണ്ട്. മാസ്റ്റർ ഡയറക്ഷൻ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നതിലും അതുപോലെ തന്നെ ഉപയോഗിക്കുന്നതിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ ഒരു വിഭാഗത്തിന് കിട്ടിയില്ലെന്ന പരാതി ഒഴിവാക്കാൻ പട്ടികയിലുള്ള മുഴുവൻ ആളുകൾക്കും പെൻഷൻ നൽകി ധനവകുപ്പ്. ഗുണഭോക്താവിന്റെ വീഴ്ച കൊണ്ട് പെൻഷൻ മുടങ്ങിയവർക്കും പെൻഷൻ പുനഃസ്ഥാപിച്ച് നൽകിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് പരാതി ഉണ്ടാകാതിരിക്കാൻ തീരുമാനം ഗുണകരമായി. മാത്രമല്ല 45 ലക്ഷത്തിന് മുകളിൽ വരുന്ന ഗുണഭോക്താക്കൾക്കാണ് കഴിഞ്ഞ ഡിസംബറിൽ പെൻഷൻ നൽകിയിരുന്നതെങ്കിൽ മാർച്ചിൽ അത് 48 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് നൽകാനായി. 3,05,788 പേരാണ് വീണ്ടും പട്ടികയിൽ ഉൾപ്പെട്ടത്. ഇതിൽ 3 ലക്ഷത്തോളം പേരും പെൻഷൻ പുനഃസ്ഥാപിക്കപ്പെട്ട് പട്ടികയിൽ ഇടം നേടിയവരാണ്. ശേഷിക്കുന്നവർ ആദ്യമായി പട്ടികയിൽ ഉൾപ്പെട്ടവരുമാണ്. കഴിഞ്ഞ തവണ പെൻഷൻ വിതരണം ചെയ്തപ്പോൾ ഒരു വിഭാഗത്തിന് കിട്ടിയിരുന്നില്ല. മസ്റ്ററിംഗ് ചെയ്യാത്തതുകൊണ്ടും വിധവാ പെൻഷൻ വാങ്ങുന്നവർ പുനർവിവാഹം ചെയ്തിട്ടില്ലെന്ന സാക്ഷ്യപത്രം പഞ്ചായത്തിൽ നൽകാത്തതിൻ്റെയും പേരിലാണ് പലരുടെയും പെൻഷൻ മുടങ്ങിയത്. പെൻഷൻ മുടങ്ങിക്കിടന്നതുകൊണ്ട് തന്നെ പലരും അറിയിപ്പുകൾ അറിഞ്ഞതുമില്ല. ഇവർ പിന്നീട് രേഖകൾ നൽകിയിരുന്നു. സെപ്റ്റംബർ മാസത്തെ പെൻഷനാണ് ഇപ്പോൾ വിതരണം ചെയ്തത്. പെൻഷൻ മുടങ്ങിയവരിൽ പലരും കഴിഞ്ഞ 3 മാസത്തിനിടെയാണ് രേഖകൾ സമർപ്പിച്ചത്. സാധാരണയായിട്ട് പെൻഷൻ മുടങ്ങി പുനഃസ്ഥാപിച്ചാലും മുടങ്ങിയ മാസങ്ങളിലെ പെൻഷൻ നൽകാറില്ല. ഇത്തവണ അതിൽ ഇളവ് ലഭിച്ചു. അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഇന്ന് തിങ്കളാഴ്ച മാർച്ച് 25 1 ഗ്രാം 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് 6125 രൂപയിലും 1 പവൻ 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് 49,000 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക. വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട്. എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ അമർത്തുക.